വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭദ്രതക്കും സമാധാനത്തിനും ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അനിവാര്യമായി നന്നാകേണ്ട ഒരു ബന്ധമാണ് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ളത്. കാരണം ഇന്ന് ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ ഇരു കൂട്ടർക്കും ഇടയിലുണ്ട്. അതുവഴി വിവാഹമോചനത്തിലേക്കും കുടുംബ വിച്ഛേദനത്തിലേക്കും വരെ എത്തുന്നൊരു സാഹചര്യം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പെരുമാറ്റ ദൂഷ്യമാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും തങ്ങളുടെ നിലപാടുകൾ ശരിയാക്കുക എന്നതാണ് പോംവഴി. അമ്മായിമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, മരുമകളുടെ അവസ്ഥകൾ കണ്ടറിയുക എന്നുള്ളതാണ്. കാരണം നിങ്ങളും ഒരു മരുമകളായിരുന്നു. ഒരു മരുമകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് കൃത്യമായിക്കൊണ്ട് അറിയുന്നവരാണ് നിങ്ങൾ. അവർ വരുന്ന സമയത്ത് വീട്ടിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ആശങ്കകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ എല്ലാം കണ്ടറിയാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മരുമകളെ മകളെപ്പോലെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ മകൾ ഭർത്തൃവീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ ആ ഉമ്മയും ഈ കുട്ടിയുടെ വിഷയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. സ്വന്തം മകൾ തെറ്റ് ചെയ്താൽ എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുക, അങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അവളിലൊരു നന്മ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവൾക്കൊരു ക്ഷീണമുണ്ടാകുമ്പോൾ, ഒരു സ്വന്തം മകൾക്കൊരു ക്ഷീണമുണ്ടാകുമ്പോൾ നമ്മൾ എന്താണോ പറയുക, അത് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിലും പറയേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, അമിതമായ നിയന്ത്രണം ഒഴിവാക്കുക എന്നുള്ളതാണ്. വിവാഹശേഷം മകൻ്റെ ജീവിതം അവനും ഭാര്യയ്ക്കും ഇടയിലേതാണ്. എല്ലായിടത്തും നമ്മൾ ഇടപെടുക എന്നത് ഒരു കലഹത്തിന് കാരണമാകും. ചിലതെങ്കിലും മകൻ തന്നോട് പറഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പാടുള്ളൂ എന്ന കഠായ നിയമങ്ങളൊക്കെ വെക്കുന്നത് പലപ്പോഴും കുടുംബങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. സ്വതന്ത്രമായി പുറത്തു പോകാൻ സമ്മതിക്കാത്ത ആളുകളുണ്ട്. പോകുന്നതിൽ അനിഷ്ടകരം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അവർ 2 ദിവസം എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോഴേക്കും, സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴേക്കും പിണങ്ങുന്നു, പിന്നീട് ശാസനകൾ കനപ്പിക്കുന്നു, അവർക്ക് മുഖം കൊടുക്കാതിരിക്കുന്നു എന്നതൊക്കെ ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണമാകും. അവരുടെ സന്തോഷത്തിന് നാം കൂട്ടുനിൽക്കുക എന്നതാണ് ഇവിടെ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. മക്കളെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് അവരുടെ സന്തോഷത്തിന് നമ്മൾ സഹായികളാകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ അത് കാരണമാകും. മറ്റൊന്ന്, താരതമ്യം ചെയ്യാതിരിക്കുക എന്നതാണ്. സ്വന്തം മകളോട്, അയൽവക്കത്തോട്, മറ്റു ബന്ധുക്കാരോടൊക്കെ മരുമകളെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ താരതമ്യം ചെയ്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രൂപം ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, പക്ഷപാതിത്വം കാണിക്കാതിരിക്കുക എന്നതാണ്. അഥവാ 2-3 മരുമക്കളുണ്ടെങ്കിൽ കുറച്ചധികം സ്വർണം കൊണ്ടുവന്നവളോട്, കുറച്ചധികം സൗന്ദര്യമുള്ളവളോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുക, അതില്ലാത്തവരോടൊരു മോശമായ സമീപനം വെച്ച് കൊടുത്തുക എന്നുള്ളത് അത് വലിയ കുറ്റമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, മരുമക്കളുടെ ത്യാഗങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ചില ആളുകളെങ്കിലും എന്തെല്ലാം ചെയ്തു കൊടുത്താലും, എത്ര വീട്ടുജോലികൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും, നിഴൽ കണക്കെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും സമയത്ത് അതിന് കഴിയാതെ വരുമ്പോൾ ചെയ്തത് മുഴുവനും വിസ്മരിച്ച രൂപത്തിലുള്ള നന്ദി കെട്ട വർത്തമാനങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. അള്ളാഹു റസൂൽ പറഞ്ഞില്ല, മൻ ലാ യശ്കുരിൻ നാസ ലാ യശ്കുരില്ല എന്നാണ്. അള്ളാഹിനോട് നന്ദി കാണിക്കാൻ കഴിയാത്ത ആളുകളാണ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കണം. ഇനി മരുമകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അമ്മായിമ്മയെ ആദരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാമായ ഭർത്താവിനെ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഉള്ളത് നിങ്ങളുടെ അമ്മായിമ്മക്കാണ്. ആ സേവനത്തിന് ബഹുമാനം നൽകേണ്ടത് ഇസ്ലാമികരമായി കൊണ്ടുള്ള ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുക. സ്വന്തം ഉമ്മയെ പോലെ കാണുക എന്നുള്ളതാണ്. സ്വന്തം ഉമ്മ പറഞ്ഞാൽ തെറ്റാകാത്ത കാര്യം അമ്മായിമ്മ പറഞ്ഞാലും തെറ്റാകരുത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, വീട്ടിലെ കാര്യങ്ങളിൽ നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ്. ഇത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന മനോഭാവം ഒരിക്കലും ഒരു മരുമകൾക്ക് വീട്ടുകാര്യങ്ങളിൽ ഉണ്ടാകരുത്. നാം കഴിയുന്നത്ര സേവനം ചെയ്യുക. നാം നിർവഹിക്കുന്നൊരു സേവനം ഒരിക്കലും നമുക്ക് മിസ്സാകരുത്. കാരണം നമ്മൾ വിശ്വാസികളല്ലേ. ഒരു ചെറിയ എന്തൊരു നന്മ ചെയ്തു കഴിഞ്ഞാലും അതിന് കൂലിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം നിർവഹിച്ചു കൊടുക്കുന്ന എല്ലാ സേവനങ്ങൾക്കും വലിയ കൂലി നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആ നിലക്കുള്ള ആളുകളാകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുമെന്ന സന്തോഷം നമുക്ക് ഉണ്ടാകണം. ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും അത് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ആ നിലയിലേക്കൊക്കെ അതിനെ ഊതി വീർപ്പിക്കുന്നത് പർവ്വതീകരിക്കുന്ന നമ്മുടെ ബന്ധം വഷളാകാനും തകരാനും വിച്ഛേദിക്കപ്പെടാനൊക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് 2 കൂട്ടരോടും പറയാനത് പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. ഇനിയെല്ലാം ഒരു കൂട്ടർ ചെയ്യട്ടെ എന്നല്ല, നമുക്കൊരു സഹായി ആയിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഒരു പരസ്പരം സഹായാനുഭൂതി നിലനിർത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ
പരസ്പരം കൂടിയാലോചിക്കുക എന്നുള്ളതാണ്. രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ നിസ്സഹകരണം യഥാർത്ഥത്തിൽ ഒരു ഉമ്മാക്കൊരു മകനെയും ഭാര്യയ്ക്കൊരു ഭർത്താവിനെയും നഷ്ടപ്പെടുത്തുമെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഉമ്മ ചിന്തിക്കണം, ഞാൻ കാരണം എൻ്റെ മകൻ്റെ സന്തോഷമില്ലാതെയാകരുത്. ഒരു ഭാര്യ ചിന്തിക്കണം, ഞാൻ കാരണം എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗ്ഗ കവാടങ്ങളായ ഉമ്മയും ഉപ്പയും അവർക്കതുകൊണ്ടൊരു ഹൈറ് നഷ്ടപ്പെടരുത് എന്ന രൂപം നമുക്കുണ്ടാകണം. അങ്ങനെ ഇരു കൂട്ടരും എതിരാളികളല്ല, ഒരു കുടുംബത്തിൻ്റെ തൂണുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് റാഹത്തായൊരു ജീവിതം ഇവിടെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.